been a while. നമസ്കാരം, എല്ലാവർക്കും പ്രേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റായി എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിൽ ചിലപ്പോൾ സൗണ്ട് പ്രശ്നങ്ങൾ കാണും, അതിൽ ക്ഷമിക്കണം. ഇപ്പോൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതാണ്: അരി, പച്ചരി കുറച്ച് നേരം കുതിർത്തിയത്, പിന്നെ 2 പാളയംതോടൻ പഴം, ചെറുതാണ് വെച്ചാൽ 2 വലുതാണ് ചുരണ്ടാൽ മതി, ശർക്കര, പിന്നെ തേങ്ങാക്കൊത്ത്, ഒരു 4 ഏലക്ക, പിന്നെ ഒരു 3 ടീസ്പൂണ് മൈദപ്പൊടി. ഇതാണ് ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ. എല്ലാവരും പറയും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കല്ലായി വരുന്നത്, കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് അതിനകത്ത് കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ശർക്കര പാവ് വെച്ചിട്ട് വേണം അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഈ അരിയിലേക്ക് ഇതിൻ്റെ പാവ് വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചാൽ മതി. കൂട്ടത്തിൽ കൂടെ തന്നെ ഈ മൈദയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ പഴം നമ്മൾ ഇത് അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് കൈയിട്ടിട്ട് കുഴച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെയാണ് മാവ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കൂടുതൽ ഇതുമില്ല, വെള്ളമായിട്ടുമില്ല, മീഡിയം പാകത്തിന്. ഇനി നമുക്കിതിനകത്തോട്ട് 2 പഴം ഇട്ട് കൊടുക്കാം. പാളയംതോടൻ പഴമാണ് കേട്ടോ. അത് കൈ കൊണ്ട് തന്നെ ഇതിനെ യോജിപ്പിക്കാം, ഇതിനകത്ത് കുഴച്ച് യോജിപ്പിക്കാം. ഇത് കുഴച്ചിട്ട് എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഞാൻ വയ്ക്കും. ഈ മാവിനെ 1 മണിക്കൂർ ഇവിടെ ഒന്ന് ഇതാവാനായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആ തേങ്ങാകൊത്തുകളുണ്ടല്ലോ, അതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് ഇതിനകത്തോട്ട് ഇടുക. അതേ വേണ്ട. പിന്നെ നമുക്ക് പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പഴമൊക്കെ കുഴച്ച് വെച്ച് 1 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മാവ് പരുവം. നമ്മുടെ സ്റ്റൗ കത്തിച്ച് നമുക്ക് ആ തേങ്ങാക്കൊത്തിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് വറുത്തെടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വന്ന് ഇത് ചെറുതായിട്ട് പൊട്ടും, അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. തേങ്ങാക്കൊത്തിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം വയ്ക്കാം. വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത് പാത്രം വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇനി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാനായിട്ട്. നമ്മുടെ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്ത് വറുത്തത് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കണം. ചട്ടി ഒരുവിധം വെള്ളമൊക്കെ പോയി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴികളും നിറയുന്ന വിധത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇനി ഉണ്ണിയപ്പം ഒഴിക്കുമ്പോൾ കുറച്ചങ്ങ് അല്ലെങ്കിൽ പൊങ്ങിപ്പോവും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നടുക്കിൽ ഒഴിക്കണ്ട, കാരണം നടുക്കിൽ പെട്ടെന്ന് ചൂടാവും. ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ആക്കണം. മൂത്ത് വരുമ്പോൾ അത് തനിയെ പൊങ്ങി വരും. വന്നു നമുക്കതിനൊന്ന് മറിച്ച് ഇടാം.
നടുക്കിലത്തെ പെട്ടെന്ന് ആയിട്ടുണ്ട്. നമുക്ക് നടുക്കിലത്തെ എടുക്കാം ആദ്യം. ഇത് നമുക്കിതുപോലെ ബാക്കിയുള്ള മാവും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ചൂടായിട്ടുള്ള അകം എല്ലാം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നോക്കൂ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. I know you're thinking the same, but I've been feeling